ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. അതായത് സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ മേടക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാവം കൂടി ചേർന്ന് മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ൽ ശുക്രൻ, 5-ാം ഭാവത്തിൽ സൂര്യനും ബുധനും കേതു, 6-ൽ ചൊവ്വ, 11-ൽ രാഹു. ഗ്രഹസ്ഥിതി വെച്ച് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഈ മാസത്തിൽ, അതായത് സെപ്റ്റംബർ മാസത്തിൽ അനുകൂലപരമായി നിൽക്കുന്നത് ചൊവ്വ അനുകൂലപരമായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശുക്രൻ അനുകൂലപരമായിട്ടാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങൾ അനുകൂലമല്ല എന്ന് തന്നെ പറയാം. രാഹു അനുകൂലത്തിലാണ്. അതായത് രാഹു 11-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണദോഷ മിശ്രമായിട്ടുള്ള ഒരു മാസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതായത് ഏതൊക്കെ രംഗത്ത് ശോഭിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ പറയാം, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾക്ക് വലിയൊരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും സെപ്റ്റംബർ മാസം. തൊഴിലിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ, അത് ബിസിനസ് ആയിക്കോട്ടെ, നിത്യതൊഴിലായിക്കോട്ടെ, ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ജോലികളിൽ വലിയൊരു കുഴപ്പമില്ലാതെ പോകും. അതേ സമയത്ത് കുടുംബ ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അശ്രദ്ധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ കുറച്ചൊരു കലഹം ഉണ്ടാക്കി വരുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗുണം തരുന്ന പരിപാടി എന്താ വെച്ച് പറഞ്ഞാൽ, വാഹന സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും, വാഹന സംബന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും, വാഹന സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ, അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ വരുവാനുള്ള സാധ്യത, വാഹന യോഗം വരുവാനുള്ള സാധ്യത, വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത എന്നിവയെല്ലാം സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട് എന്നുള്ള യാതൊരുവിധ സംശയമില്ല. അതൊരു ഗുണാനുഭവമാണ്. അതുപോലെ തന്നെ ദോഷാനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള ചിന്തയും പ്രവൃത്തിയും മറ്റുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ മറഞ്ഞു നിന്നു വരും. അതായത് നമ്മുടെ മെമ്മറി പവർ ചിലപ്പോൾ നമ്മളുടെ വിചാരിച്ച സമയത്ത് കിട്ടില്ല എന്ന് പറയും. അപ്പോൾ മെമ്മറി പവറുകൾ നല്ലപോലെ ചിന്തിച്ചിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നുള്ളത് സാരം. അതുപോലെ തന്നെയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും വളരെ അനുകൂലപരമായിട്ടുള്ള സമയം തന്നെയാണ്. ഭൂമി സംബന്ധമായിട്ട് പറഞ്ഞാൽ മണ്ണിൽ പണിയെടുക്കുന്നവരും മണ്ണ് കൊണ്ട് ജീവിക്കുന്നവരും എന്ന് പറയാം. മണ്ണിൽ തൊടാത്ത പലവിധ സാധനങ്ങളുണ്ട്. പക്ഷെ മണ്ണിൽ തൊട്ടിട്ടുള്ളത് ഏകദേശം 50% മേലെയുള്ളവർ മുഴുവനും മണ്ണിൽ തൊട്ടിട്ടുള്ള പണിയാണ്. അതായത് മണ്ണ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകളും റോഡ് പണികളും കോൺട്രാക്ട് വർക്കുകളും ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും അനുകൂലപരമായിട്ട്. അതുപോലെ തന്നെ നിയമക്കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവർക്ക്, നിയമ സാധ്യതകൾ തെളിയുന്നവർക്ക് വളരെ അനുകൂലപരമായിട്ടാണ്. സഹോദര ബന്ധങ്ങൾ ദൃഢമായിരിക്കും. സഹായഹസ്തങ്ങൾ ദൃഢമായിരിക്കും. സഹായഹസ്തങ്ങൾ ഒരുപാട് വരുവാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകാരന്മാരോട് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും ഈ മാസം പേർക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വരുമാന വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായിരിക്കും കൂടുതലും ഉള്ളത്. അതായത് മെഡിക്കൽ സംബന്ധമായിട്ട് അലോപ്പതി ആയാലും ആയുർവേദമായാലും മെഡിക്കൽ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാന മാർഗം വളരെ കൂടുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണും. തൊഴിലിൽ, ബിസിനസ്സിൽ, എല്ലാറ്റിലും അങ്ങനെയുള്ളൊരു മാസമായിട്ടാണ് പൊതുവെ സെപ്റ്റംബർ മാസത്തിൽ മേടക്കൂറുകാർക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ, ശാസ്താവിന് നീരാഞ്ജനം വഴിപാടും നെയ്വിളക്കും എല്ലാ ആഴ്ചയിലും നടത്തുക. അല്ലെങ്കിൽ പറ്റാവുന്ന ശനിയാഴ്ച നടത്തുക. അല്ലാത്ത ദിവസവും നടത്താൻ പറ്റും. ഏത് ദിവസമാണോ നടത്താം. പക്ഷേ ശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത, ശനിയുടെ കാലഘട്ടമായ കാരണമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വ്യാഴപ്രീതിയും നടത്താൻ പറ്റുന്നവർക്ക് വ്യാഴപ്രീതി നടത്തുക. അല്ലാത്ത പക്ഷം സഹസ്രനാമ ജപം ജയിക്കുന്നത് വളരെ ഉത്തമപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടെന്ന് പറയാം. അതുപോലെ തന്നെയാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാം. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. കലാ കായിക മേഖലകളിൽ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രോത്സാഹനം കിട്ടുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഈ സെപ്റ്റംബർ മാസത്തെ കണക്കാക്കേണ്ടത്. പുതുവസ്ത്രങ്ങൾ കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ല. ഓണമാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് കാരണം പുതിയ വസ്ത്രങ്ങളും പുതിയ വാഹനങ്ങളും പുതിയ ആഭരണങ്ങളും എല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയും ഈ മാസത്തിൽ ഇവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഗുണദോഷ മിശ്രമായിട്ടുള്ള ഫലമാണ്. ഗുണവും ദോഷവും ചേർന്നൊരു ഫലമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ദോഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികപരമായിട്ടും കുടുംബ പദ്ധതി, സന്താനങ്ങളേക്കും മറ്റുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനുള്ള പരിഹാരമായിട്ടാണ് വിഷ്ണു സഹസ്രനാമ ജപം, അല്ലെങ്കിൽ മഹാവിഷ്ണുവെങ്കിൽ യഥാശക്തി വഴിപാട് ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉത്തമപരമായിട്ടാണ് നടക്കുന്നത്. നമസ്കാരം.